ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോസ്റ്റർ കാണാനിടയായി. യേശു തിരികെ വരുന്നു, ലോകം അവസാനിക്കും. ആഫ്രിക്കൻ പാസ്റ്ററുടെ പ്രവചനത്തിന് പിന്നാലെ ചിലർ വാഹനമടക്കം വിറ്റു. അതുപോലെ തന്നെ വിമർശനം ശക്തമായി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാന് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു, യേശു ക്രിസ്തു വരാറായി. കാരണം അവിടെ ഇവിടെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും പറയുന്നു ഇത് കർത്താവിന്റെ വരവിന്റെ സമയമായി അല്ലെ. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയില്ല, പിതാവിന് മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ അല്ലെ. അപ്പോൾ താൻ നിൽക്കുന്നത് ഇപ്പൊ മനുഷ്യനായിട്ടാണ്. താൻ ദൈവത്വത്തിൽ നിൽക്കുമ്പോൾ താൻ അത് വെളിപ്പെടുത്തുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവ് അത് പറഞ്ഞത്. അപ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ആഫ്രിക്കയിലെ ഈ പാസ്റ്ററെ പറ്റി പല ആളുകളും, എനിക്ക് തോന്നുന്നു പല ആളുകളും എതിരായിട്ട് സംസാരിച്ചു, ചില ആളുകൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. അപ്പം ഇതിലത്തെ ചിലരെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചവരുണ്ട്, അങ്ങനെയെല്ലാം വിളിച്ചവരുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിലൊക്കെ ഇഷ്ടംപോലെ, എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് ഈ പാസ്റ്റർമാരിങ്ങനെ പ്രവചനവുമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. സത്യമായ പാസ്റ്റർമാരാണോ എന്ന് ചോദിച്ചാൽ ഒരു സത്യവും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അവർ വന്നു തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ പരിപാടി രോഗസൗഖ്യവും അതുപോലെ തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന പരിപാടികളൊക്കെ, അതൊക്കെ ചില ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണത്, ഫേസ്ബുക്കിൽ കാണുമ്പോൾ പല ആളുകളും അത് ഇപ്പോഴും ട്രോളാക്കി ഇടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ഒരാളുടെ കാലേ കൂടെ കടന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഇറക്കി വിടാൻ പോകുന്ന പാസ്റ്ററും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്നതിൽ ഭൂരിഭാഗവും സത്യകരമായ പ്രവാചകന്മാരൊന്നും ആണെന്ന് ഒരുറപ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇവരോട് കാറ് വിൽക്കാനും അതുപോലെ തന്നെ ഇവരുടെ സ്വത്തുക്കളൊക്കെ വിൽക്കാനായിട്ട് ഇദ്ദേഹം പറഞ്ഞു, ആകെ കൂടെ ഒരു പ്രതിസന്ധിയിലായിപ്പോയി. കാരണം ചില പ്രവചനങ്ങൾ ഇങ്ങനെയാണ്, മനുഷ്യനെ വലിയ എന്താ പറയുക, വലിയ പ്രത്യാശയിലെത്തിക്കും. ചില പ്രവചനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് അല്ലേ, ഈ പ്രത്യാശ കൊണ്ടുവരുന്ന പ്രവചനങ്ങളാണ്. പ്രത്യാശയും നമുക്ക് എന്തൊക്കെയോ പ്രതീക്ഷകൾ നൽകുന്നതാണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതില് ചില കാര്യങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് വേറൊരു അദ്ദേഹത്തിന്റെ പേരെനിക്ക് തോന്നുന്നു ജോൺ ലോറൻസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരുടെ എല്ലാം റപ്ചർ കഴിഞ്ഞെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ടെന്ന് ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അവരുമുണ്ട്. അതുകൊണ്ടാവും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വീഡിയോയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ ഫോൾസ് പ്രൊഫറ്റ്സ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, അത് പറഞ്ഞപ്പോൾ തന്നെ. അപ്പൊ ഓരോ വിശ്വാസങ്ങളാണ്. കാരണം കർത്താവ് വരുന്നതിനെ കുറിച്ചും ചിലർ പറയുന്ന കർത്താവ് ഉടൻ വരികയില്ല, ഇനിയും കാലങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇനി സമയം എടുക്കുമെന്ന് പറയുന്നവരുണ്ട് അല്ലെ. എല്ലാം അതിന്റെ ഏതാണ്ടൊരു അന്തിമ ഘട്ടത്തിലേക്ക് വരുമ്പോഴേ കർത്താവ് വരത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്, സഭയാദ്യം എടുക്കപ്പെടുമെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. അപ്പം കാലാകാലങ്ങളായി ബന്ധുക്കോസുകാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതായിരുന്നു, കർത്താവ് വരും, ഇന്ന് വരും നാളെ വരും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്ന കേട്ടു, ഇങ്ങനെ 1000 സംവത്സരത്തെ കുറിച്ച് അല്ലെ, 1000 സംവത്സരം ഒരു ദിവസവും കണ്ടാണ് കർത്താവിനെന്ന് ആരോ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു.
അപ്പൊ ഇതിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇതുവരെയും ആർക്കും യഥാർത്ഥ വെളിപ്പാട് കിട്ടിയിട്ടില്ല കർത്താവിന്റെ വരവിനെ കുറിച്ചോ, കർത്താവിന്റെ എന്താ പറയാ, കർത്താവ് ഇന്ന് വരും, കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്. ചിലര് പറയുന്നു രണ്ട് വരവില്ല. ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പല ആളുകളും വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോയില് ആ വീഡിയോയിൽ തർക്കങ്ങൾ നടക്കാറുണ്ട്. ഇതെല്ലാം ഈ കാലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. പിന്നെ ബന്ധുക്കോസുകാർ ഇങ്ങനെ പ്രസംഗിച്ച് ആ ആളുകൾ പറയുന്നത് എന്നാ, ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നുവരെ കളിയാക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ, ഇന്ന് ബൈബിളിന്റെ 2 വചനവും വാക്യം എടുത്തു കഴിഞ്ഞാൽ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഞാൻ വലിയ പ്രവാചകനാണ്, അല്ലെങ്കിൽ എന്നിലൂടെ എന്തൊക്കെയോ നടക്കും എന്നൊരു ചിന്താഗതി ഇന്ന് മനുഷ്യരുടെ മനസ്സുകളിൽ വന്നു തുടങ്ങി. അതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ഈ അത്ഭുത രോഗശാന്തിക്കാരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നിൽ കൂടെ ഏതാണ്ടൊക്കെ സംഭവിക്കും, എന്നിൽ കൂടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, അല്ലേ? കാരണം ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ഒരു ആക്ടിങ് പോലെ ചെയ്തിട്ട് പോവാണ് രോഗശാന്തിക്കാരൊക്കെ. ചിലർ ബിസിനസ് കൂട്ടാൻ വേണ്ടിയാണ് ചിലർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി രോഗശാന്തിയുടെ എണ്ണം കൂടും. വരുന്നവന്റെ ദേഹത്തു നിന്ന് ഭൂതം പോകുന്നത് കാണുമെന്ന് പറയും, ഭൂതത്തെ ഞാൻ ഇറക്കിയെന്ന് പറയും, അതുപോലെ തന്നെ രോഗികളെ തൊട്ട് സൗഖ്യമാക്കി എന്ന് പറയും. ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അതാണ് ഞാൻ പറഞ്ഞത്, വാളെടുത്തതെന്നല്ല വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ എല്ലാ പ്രവചനങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചിലർ പറയുന്നു, അയ്യോ ആ വ്യക്തി പറഞ്ഞതുപോലെ എന്തൊക്കെയോ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ ഈ കാലങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇതുവരെയും ഒരു യഥാർത്ഥ പ്രവചനം ആരും നടത്തിയിട്ടില്ല. അപ്പോ അതിനിടയ്ക്ക് നമുക്ക് പറയുവാനുള്ളത് പാസ്റ്റർ സജി ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവിന്റെ വരവിനെ കുറിച്ച്. അദ്ദേഹം പത്രത്തിൽ നിന്നോ ലേഖനങ്ങളിൽ നിന്നോ ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം പറയുകയാണ് കർത്താവിന്റെ വരവായി എന്ന്. അതെല്ലാം കണക്ക് കൂട്ടലുകളും അതുപോലെ തന്നെ ഒരു ചിന്താഗതിയും മനുഷ്യനൊരു പ്രത്യാശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇന്ന് വരും, നാളെ വരും എന്നൊരു വലിയ പ്രത്യാശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കർത്താവിന്റെ വരവ് ഇതുവരെ കർത്താവ് തീരുമാനം വെച്ചിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പേ ഇവിടെയുള്ള ആൾക്കാര് തീരുമാനിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നവരാണ് ഇതൊക്കെ എടുത്ത് ഇതെല്ലാം ചാടി കയറി പെട്ടെന്ന് വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഈ കേൾക്കുന്നവരുടെ ഇടയിൽ പോകുന്നവർ വളരെ സൂക്ഷിക്കുക. കാരണം ഈ കാലങ്ങളിലൊക്കെ മനുഷ്യനെ എങ്ങനെ തെറ്റിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും പോകും, അല്ലേ? പിന്നെ മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല. ഇന്ന് ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒന്നും പറയാനൊക്കെയില്ല. കാരണം കർത്താവ് എപ്പോൾ നമ്മുടെ ജീവൻ എടുക്കുന്നുവോ അന്ന് നമ്മൾ ഈ ഇഹലോകത്തു നിന്നും അല്ലെങ്കിൽ ഇഹലോകത്തു നിന്നുള്ള വാസം അവസാനിപ്പിച്ച് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. അപ്പോ അതുകൊണ്ട് കർത്താവിന്റെ വരവ് വരെ നമ്മൾ നിൽക്കും എന്നും നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള പ്രവചനങ്ങളുടെ പുറകെ പോകുമ്പോൾ നാളെ കർത്താവ് വരും, നാളെ കഴിഞ്ഞ് കർത്താവ് വരും. നമ്മൾക്കൊക്കെ ബുദ്ധിയും വിദ്യാഭ്യാസവും അറിവും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആ അറിവിലൂടെയും വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവചനങ്ങളിൽ എല്ലാവരും വീണു പോകുന്നു എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം ഉള്ളവരും ചെന്ന് വീഴുന്നുണ്ട്, അല്ലെ? പണം ഉള്ളവരും വീഴുന്നുണ്ട്, പണമില്ലാത്തവരും എല്ലാവരും ചെന്ന് ഇതിലേക്ക് ചെന്ന് ചാടുന്നുണ്ട്, ഒരുറപ്പുമില്ലാത്ത പ്രവചനങ്ങളുടെ പുറകെ. അപ്പം നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അങ്ങനെയുള്ളവരെ മാത്രമേ കർത്താവ് ചേർക്കത്തുള്ളൂ. കാരണം നാളെ വരുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും, നാളെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ? അല്ല, നമ്മളാണ് ഒരുങ്ങേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കേണ്ടവരാണ്. അത് എന്നാണ് വരിക എന്ന് നമുക്ക് പറയാനൊക്കുമോ?
എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യാദികളെല്ലാം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് അയ്യോ കർത്താവ് നാളെ വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലികളും കാര്യങ്ങളും അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ ഒക്കും? ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന്റെ വരവ് അത് കർത്താവ് തീരുമാനിക്കുമ്പോഴാണ് വരുന്നത്. മനുഷ്യർ തീരുമാനിക്കുമ്പോഴല്ല കർത്താവിന്റെ വരവ് എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ കാണുമ്പോൾ അതിലേക്ക് വീഴാതെ നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കിയെടുക്കണം. അല്ലാതെ ഒരു പ്രവാചകൻ ഒരു വ്യക്തിയോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും പറയും അല്ലേ? അനേകർ എന്റെ നാമത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? കള്ളപ്രവാചകന്മാർ, കള്ളക്രിസ്തുക്കൾ, ഇങ്ങനെ പല ടൈപ്പ് ആളുകൾ നിങ്ങളെ വന്ന് തെറ്റിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൊന്നും വീണു പോകരുത്. ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് അനുസരിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.